ഇന്നൊരു സൺഡേ അല്ലേ, അപ്പോൾ വെറുതെ ഇരിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നമുക്ക് കുറച്ച് പുല്ല് നട്ടു കൊടുക്കാം കേട്ടോ. ഈ പുല്ല് നമ്മൾ നട്ടത് ആ വെയിലിൻ്റെ സമയത്താണ്. അപ്പം നമുക്ക് കാര്യമായിട്ട് വെള്ളമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഇതൊന്നും അത്ര കൃത്യമായിട്ട് കിളുത്തൊന്നുമില്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കരിയില കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, ഒരു ചാക്കിൽ അത് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ. പക്ഷേ ചൂട് കാരണം അതൊന്നും സക്സസ് ആയില്ല. അതേ ഇവിടെ നമുക്ക് നന്നായിട്ടൊന്ന് കിളച്ചൊക്കെ കൊടുക്കാം കേട്ടോ. കിളച്ച് കൊടുത്തിട്ട് ഒത്തിരി ഇതായിട്ടല്ല, ഒരു പുല്ല് നടാൻ വേണ്ടിയിട്ടുള്ളൊരു കിള അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കിളച്ച് കൊടുത്ത് എന്നിട്ട് അവിടെ നമുക്ക് പുല്ല് നട്ടു കൊടുക്കാം. ഇനിയിപ്പോൾ എന്തായാലും മഴക്കാലമായതുകൊണ്ട് പെട്ടെന്ന് കിളുത്തോളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ ഏത് സാധനം വെച്ചാലും ഞാൻ വിചാരിക്കുന്നത് ഇത് അടിപൊളിയാവും, സൂപ്പറാവും എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് നടുന്നത് കേട്ടോ. അതിപ്പം നട്ട് കഴിഞ്ഞിട്ട് കരിഞ്ഞു പോയാലും, കരിഞ്ഞു പോകുന്നിടം വരെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, നന്നാവുമെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ അഥവാ കരിഞ്ഞു പോയാലും ഞാൻ അടുത്തത് നടും കേട്ടോ. അതെൻ്റെ ഒരു സ്വഭാവം. പ്രത്യേകിച്ച് ചെടിയുടെ കാര്യത്തിൽ. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ചിലപ്പം ഞാൻ ഇത് പോയല്ലോ എന്നാൽ പിന്നെ വേണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ചെടി ഞാൻ പിന്നെ നട്ടുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, അതെൻ്റെ ഒരു ആനന്ദമാണ്, ഒരു സന്തോഷമാണ് കേട്ടോ. ഞാൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊരു കാര്യം ഇതാണ്. ഇതേ പുല്ലെല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും രാവിലെ ഒരു ചെറിയ പണിയായി. അപ്പോൾ പുല്ല് നട്ടതിൻ്റെ വിയർപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ.